മൗലാന മസൂദ് അസറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഞാൻ പ്രത്യേകം ഉന്നയിച്ചു. എന്താ കാരണം വെച്ചാൽ 1999 എയർ ഇന്ത്യ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അന്നത്തെ NDA ഗവൺമെൻറ് വിട്ടയച്ചയാളാണ് ഈ ഭീകരൻ. ആ ഭീകരനാണ് ഇപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യക്തി. ഐക്യരാഷ്ട്രസഭ തന്നെ അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ മൗലാന ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. പൊതുവെ ഇന്ത്യ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവകക്ഷി യോഗത്തിലുണ്ടായത്. ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്? ഈ പറയുന്ന പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ, ഊഹാപോഹങ്ങൾ, അതുപോലെ തന്നെ ഈ ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയ കാര്യങ്ങൾ, മൗലാന അസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജ്യരക്ഷാ മന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൂടാതെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം സന്നിഹിതരായിരുന്നു എന്നുള്ളൊരു പ്രത്യേക ഘടകമുണ്ട്. അതിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, JP നഡ്ഡ, ജയശങ്കർ, പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു, അങ്ങനെ ഒരു നിര കേന്ദ്രമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു തുടർ ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണോ? അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇൻറ്റൻഡഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. അതേസമയം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അതായത് ഇത് തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്നൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ? ഇത് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണത്തിൻ്റെ വൈരുദ്ധ്യമാണോ? ഇതെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ മറ്റ് ചോദ്യങ്ങളുടെ അതേ ഗതി തന്നെയാണ് അതിനുമുണ്ടായത്. പ്രത്യേകിച്ചൊരു പ്രതികരണം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫും നടത്തിയ പ്രതികരണം, അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റെസല്യൂട്ട് ആക്ഷൻ, വളരെ നിശ്ചയദാർഢ്യത്തോടുള്ള നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും എസ്കലേറ്റ് ചെയ്യാൻ, അതായത് ഇപ്പോഴത്തെ സാഹചര്യം തണുപ്പിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതിലേത് പ്രതികരണത്തെയാണ് ഇന്ത്യ മുകളിലേക്കെടുക്കുന്നത്? ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണത്തോടുള്ള നമ്മുടെ അപഗ്രഥനം എന്താണ്? എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനെ സമീപിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു. പക്ഷേ ഇതൊക്കെ ഇൻപുട്സ് ആയിട്ടാണ് തങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പരാമർശമാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്.